الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. അമീൻ സാറെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൽക്കലം അക്കാദമിയുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അൽക്കലം അക്കാദമി നടത്തുന്ന നെറ്റിന്റെ ജനറൽ ആൻഡ് അറബിക് 2 പേപ്പേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വെബിനാറിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. 1-2 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ നെറ്റിന്റെ പ്രാധാന്യം വളരെ വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ ഈ സമയം എന്ന് പറയുന്നത്. ഇനി ഒരു ഡോക്ടറേറ്റ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം UGC നിർദ്ദേശിച്ച അല്ലെങ്കിൽ നിശ്ചയിച്ച ഒരു കൃത്യമായ ക്രൈറ്റീരിയ മാർക്ക് വാങ്ങിയാൽ മാത്രമേ നമ്മുടെ കേരളീയ യൂണിവേഴ്സിറ്റികളാകട്ടെ കേന്ദ്ര യൂണിവേഴ്സിറ്റികളാകട്ടെ എവിടെയും റിസർച്ച് ചെയ്യുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു PhD സ്വന്തമാക്കിയ ഒരു ഡോക്ടർ എന്ന് പറയുന്ന പദവി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് UGC നിർദ്ദേശിച്ച ഈ ക്രൈറ്റീരിയ നെറ്റിനോടുകൂടെ എലിജിബിൾ ആയാൽ മാത്രമേ നമുക്ക് അത് കയറാൻ സാധിക്കുള്ളൂ. ഈ വർഷം മുതൽ UGCയുടെ പുതിയ ഓർഡർ നിങ്ങളൊക്കെ പലരും കണ്ടിട്ടുണ്ടാകും. റിസർച്ചിന് ചേരാൻ പോലും 3 രീതിയിലാണ് ക്രൈറ്റീരിയകൾ നിർണയിച്ചിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് മാർക്കിൽ വരുന്ന ആളുകൾക്ക് JRF-ഉം, അതിന്റെ കുറച്ച് കുറവിൽ വന്നു കഴിഞ്ഞാൽ നെറ്റും, പിന്നെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത് ആ ക്രൈറ്റീരിയ ആ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിലും റിസർച്ച് ചെയ്യാൻ അവസരമുള്ളൂ എന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നെറ്റിന്റെ പ്രാധാന്യം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കഴിഞ്ഞ വർഷം വരെ ഓരോ യൂണിവേഴ്സിറ്റികളും നടത്തുന്ന എൻട്രൻസ് എക്സാമുകളിൽ പാസ്സായാൽ നമുക്ക് റിസർച്ച് സെന്ററുകളിൽ ഒരു ഗൈഡിനെ ലഭ്യമാവുകയും കൂടി ചെയ്താൽ, നല്ലൊരു ടോപ്പിക്കും നമുക്ക് ലഭ്യമായാൽ നമുക്ക് റിസർച്ച് ആരംഭിക്കായിരുന്നു. ഇനി അത് സാധിക്കില്ല എന്നുള്ളതാണ് നെറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി നമ്മുടെ മുന്നിൽ മാറാൻ കാരണം. അതുകൊണ്ട് കോളേജ് പ്രൊഫസർ ആകുക എന്നുള്ള സ്വപ്നത്തിനപ്പുറം നെറ്റ് നേടുക എന്നുള്ളത് ഒരു ലറൂറത്തിന്റെ സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടെങ്കിലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ പലതും വന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ എക്സാം നമുക്ക് പലരും അറ്റൻഡ് ചെയ്തവരായിരിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഫീ ഒക്കെ കൊടുത്ത് എക്സാം എഴുതി, പക്ഷേ യൂണിവേഴ്സിറ്റി UGC അത് എക്സാം ക്യാൻസൽ ചെയ്തു. നമ്മളൊക്കെ പലരും സങ്കടത്തിലായി. അതൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള കലാവും കതിറൊന്നുമല്ലല്ലോ. അങ്ങനെ ആയിരുന്നു എന്ന് റബ്ബിന്റെ കലാവ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതൊന്നും നമ്മുടെ മുന്നിൽ ഒരു തടസ്സങ്ങളല്ല. ഞാൻ എൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക തന്നെ ചെയ്യും, അധ്വാനിക്കുക ചെയ്യും എന്നുള്ള നീയത്തോടു കൂടെ നമ്മൾ മുന്നിട്ടിറങ്ങുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഇനി വരുന്ന നമ്മുടെ കോളേജുകളിൽ PhD വാങ്ങാൻ നെറ്റ് നിർബന്ധമായി. ഇതിന്റെ അപ്പുറം അടുത്തൊരു മെച്ചം എന്ന് പറയുന്നത് നെറ്റ് പാസ്സാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ നമ്മുടെ കേരളത്തിലെ യോഗ്യത മത്സര പരീക്ഷകളൊന്നും കേട്ടറ്റ് ആകട്ടെ, സെറ്റ് ആകട്ടെ, കേട്ടറ്റ് 3 ആകട്ടെ, 4 ആകട്ടെ ഒന്നിന്റെയും ആവശ്യമില്ല.
നെറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ അതിന്റെ താഴെയാണ് മറ്റുള്ള ദർജകളൊക്കെ വരുന്നത്. നെറ്റിന്റെ മുകളിൽ വീണ്ടും പിന്നെ ഒരു ദർജ ഇല്ല. ഹയർ സെക്കൻഡറി അധ്യാപകനാകാനും അല്ലെങ്കിൽ ഹൈസ്കൂൾ അധ്യാപകനാകാനും LP അധ്യാപകനാകാനും നെറ്റ് യോഗ്യത ഉണ്ടെങ്കിൽ അത് മതി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കേട്ടറ്റ് എക്സാമുകളൊക്കെ കഴിഞ്ഞ കേട്ടറ്റിന്റെ എക്സാം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എത്രമാത്രം പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ എക്സാമുകളും എന്ന് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. വളരെ പ്രയാസമായിക്കൊണ്ട് ഓരോ വർഷവും, കാരണം മത്സരാർത്ഥികളെ മാക്സിമം ഈ ഒരു മേഖലയിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ഒരു രീതിയാണ് പുതിയ കാലഘട്ടത്തിൽ സർക്കാർ സ്വീകരിക്കുന്നത്. ഒരു PSC എക്സാം എഴുതാൻ എങ്ങനെയെങ്കിലും മാക്സിമം ആളുകളെ ചുരുക്കാൻ, ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി അവർ കേട്ടറ്റിന്റെ എക്സാം ആകട്ടെ സെറ്റിന്റെ എക്സാം ആകട്ടെ പലപ്പോഴും നെറ്റിന്റെ സ്റ്റാൻഡേർഡിനേക്കാൾ അപ്പുറത്തേക്ക് വളരെ പ്രയാസം നിറഞ്ഞ എക്സാമുകളായിട്ട് കേട്ടറ്റും സെറ്റൊക്കെ പുതിയ ലോകത്ത് മാറിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ പ്രയാസമായിട്ട് PSC എക്സാമുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല എക്സാമുകളും PSC എക്സാമുകൾ നെറ്റിന് JRF വാങ്ങിയ ആൾക്ക് പോലും PSCയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ വളരെ പിന്നോട്ട് പോകാനുള്ള കാരണം. അപ്പൊ നമ്മുടെ കേരള ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലും ഇവിടുത്തെ മത്സര പരീക്ഷകൾ അടക്കം വളരെ പ്രയാസമായി കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നെറ്റ് എങ്ങനെയെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമുക്ക് ഈ കേട്ടറ്റിന്റെ ആവശ്യമില്ല. ഈ പറഞ്ഞ സെറ്റിന്റെയും കേട്ടറ്റ് 3ന്റെയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും LP UP വരെയുള്ള യോഗ്യതകൾ ഈ ഒരൊറ്റ എക്സാമിലൂടെ നമുക്ക് നേടിയെടുക്കാം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഞാൻ ആ ഒരു വിഷയത്തിലാണ് കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ജോലി എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെറ്റ് പാസ്സാവാൻ മാത്രമേ നമ്മുടെ മുന്നിൽ കടമ്പയുള്ളൂ. ആ ഒരു കടമ്പ നമ്മൾ തീർക്കുക തന്നെ വേണം. മൂന്നാമത്തത് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പരീക്ഷകൾ ഓരോന്ന് എടുത്തു നോക്കിയാലും PSC ആകട്ടെ കേട്ടറ്റ് ആകട്ടെ ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാലും ഇവകൾക്കൊന്നും ഒരു നിശ്ചയിച്ച ഏരിയകളില്ല എന്നുള്ളതാണ്. പ്രാവശ്യത്തെ നെറ്റിന്റെ എക്സാം നമ്മളൊക്കെ പലരും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടാവും. വലിയൊരു പ്രയാസമൊന്നുമില്ല. അത്യാവശ്യം അവര് പറഞ്ഞ 10 ചാപ്റ്റർ അറബിക് ആണെങ്കിൽ ആ 10 ടോപ്പിക്കുകൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിലൊന്ന് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് അറബിക്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിന്റെ അപ്പുറം ജനറൽ പേപ്പർ നമുക്ക് പറ്റുന്ന ഏരിയകൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി പഠിച്ചു പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നെറ്റും JRFും വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ എക്സാമുകളൊക്കെ. അപ്പൊ വളരെ പ്രയാസം കുറഞ്ഞ നിലക്കായാണ് ഈ പ്രാവശ്യത്തെ നെറ്റിന്റെ എക്സാം ഒക്കെ കമ്പാരിറ്റീവ്ലി തോന്നിയിട്ടുള്ളത്. നമ്മൾ ആ നിശ്ചയിക്കപ്പെട്ട സിലബസിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങളുള്ളൂ. ആ 10 ടോപ്പിക്കിൽ ഒരു 150 ആളെ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ 150 ആളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇന്ന് വരുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മൾ പുതിയ സെറ്റിന്റെയോ കേട്ടറ്റിന്റെയോ PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കി. മാ ബൈന സമാവാതി വൽ അർദ് എന്ന് പറയുന്ന പോലെ ഏത് ലോകത്തു നിന്നും ചോദ്യങ്ങൾ വരുന്ന രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ എക്സാമുകൾ ഈ പറയുന്ന കേട്ടറ്റും സെറ്റും PSC ഒക്കെ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം ആലോചിച്ചിട്ടെങ്കിലും നമ്മൾ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നന്നായി പഠിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. അതിൻ്റെയൊക്കെ അപ്പുറം കോളേജ് ലെവൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കോളേജ് PSC അവകളുള്ള നമ്മുടെ മുന്നിൽ വരുന്ന PSC എക്സാമുകൾ, അതിൻ്റെയൊക്കെ അപ്പുറം ഒരു ഫെലോഷിപ്പ് വാങ്ങി എങ്ങനെയെങ്കിലും റിസർച്ച് പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും ശക്തമായൊരു മത്സരം നമ്മൾ ഈ കൃത്യമായ ഒരു സിലബസിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അൽക്കലം അക്കാദമി 2ാമത്തെ ബാച്ചാണ് നെറ്റിന് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുൻ വിദ്യാർത്ഥികളും അവരൊക്കെ വളരെ സജീവമായിട്ട് ഒരു ക്രാഷ് കോഴ്സ്, 1 മാസത്തെ ക്രാഷ് കോഴ്സ് തുടങ്ങിയതായിരുന്നു. അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം അവർക്ക് ക്ലാസ്സും നോട്ട്സും എല്ലാം ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
ഇനി ഇതൊരു വിശാലമായ നമ്മുടെ അടുത്ത ഡിസംബർ വരെയുള്ള എക്സാമിനുള്ള ഒരു കോച്ചിങ് ആണ് നമ്മളിപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ മാർഗം. 6 മാസം വളരെ വിശാലമായ ഒരു ടൈം നമ്മുടെ മുന്നിലുണ്ട്. വളരെ ചിട്ടയോടുകൂടെ സ്ഥിരമായി ഓരോ വ്യക്തികളെ പഠിച്ച് നമ്മൾ മുന്നേറുമ്പോൾ, അബൂ ത്വയ്യിബുൽ മുത്തനബിയെ പറ്റി പഠിക്കുമ്പോൾ അയാളെ കുറിച്ച് എന്തെല്ലാം ചോദിക്കാം എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വിശാലമായ റഫറൻസ് ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെയൊക്കെ പോരായ്മ എന്ന് പറഞ്ഞ് 4 ദിവസം പഠിച്ചിട്ട് അടുത്ത ദിവസം പുസ്തകം എടുത്തു വെക്കുന്ന ഒരുതരം മടിയന്മാരായി നമ്മൾ മാറി എന്നുള്ളതാണ്. അബൂ ത്വയ്യിബുൽ മുത്തനബി പാടിയ ഒരു വൈത്തുണ്ട്, വലം അറഫി ഉയൂബിന്നാസി ഐബൻ കനഖ്സിൽ ഖാദിരീന അലത് തമാമി എന്നാണ്. വലം അറഫി ഉയൂബിന്നാസി ഐബൻ, ഞാൻ ജനങ്ങൾക്കിടയിൽ ഒരു പോരായ്മയായിട്ട് ഞാൻ കാണുന്നില്ല. ആളുകളുടെ ഒക്കെ വളരെയധികം മനുഷ്യന്മാരിൽ നിന്ന് ഭൂരിപക്ഷം ജനങ്ങളെ വിലയിരുത്തിയാലും അവരിലൊക്കെ ഞാൻ കാണുന്ന ഒരു ഏറ്റവും വലിയൊരു ഫാൾട്ട് എന്ന് പറയുന്നത് കനഖ്സിൽ ഖാദിരീന അലത് തമാമി എന്നാണ്. നല്ല നല്ല കഴിവുള്ള ആളുകൾ അവരവരുടെ പരിപൂർണതയുടെ മേൽ അവർ എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു പഠനത്തിലെ സ്ഥിരമായ ഒരു കൺസിസ്റ്റൻസി ഏതൊരു വിഷയത്തിലും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം. ഒരു ചിട്ടയായ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് പോലെ കൃത്യസമയത്ത് ഉണരുന്നു, കൃത്യസമയത്ത് ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൃത്യസമയം വ്യായാമം ചെയ്യുന്നു, കൃത്യസമയം സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, തിരിച്ചു വരുന്നു. ഒരു ചിട്ടയുള്ള ജീവിതം ഉള്ള ആളുകൾ വളരെയധികം അപൂർവമാണ്. നമ്മൾ തന്നെ നമ്മുടെ ചുറ്റൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്രമാളും ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരു കൺസിസ്റ്റൻസി, ഏതൊരു വിഷയത്തിലും സ്ഥിരമായ ഒരു റൊട്ടീൻ നിലനിർത്തി ജീവിക്കുന്ന ആളുകൾ വളരെയധികം അപൂർവമാണ്. ചില ആളുകളുടെയൊക്കെ ജീവിതം നമ്മൾ കാണുമ്പോൾ വളരെ അസൂയ തോന്നാറുണ്ട്. എന്ത് നല്ലൊരു മനുഷ്യൻ, വളരെ ചിട്ടയുള്ള ഒരു ജീവിതം, കൃത്യമായ സമയം, ഷെഡ്യൂള്, അതിനനുസരിച്ച് അയാൾ ജീവിക്കുന്നു. നമുക്കൊക്കെ പലരുടെയും ജീവിതം കാണുമ്പോൾ അസൂയപ്പെടാറുണ്ട്. പക്ഷെ സത്യത്തില് അങ്ങനെയുള്ള മനുഷ്യന്മാരാണ്, അവരാണ് പിന്നീട് ജീവിതത്തിൽ വിജയത്തിന്റെ പടികൾ ഓരോന്ന് താണ്ടി താണ്ടി അവര് ഉന്നതങ്ങൾ കീഴടക്കുകയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഇൻഷാ അല്ലാഹ് ഒരു 6 മാസം നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നെറ്റ് എന്നല്ല JRF എന്ന് പറയുന്ന സ്വപ്നം നമ്മുടെ മുന്നിൽ സാക്ഷാത്കരിക്കുകയും നല്ലൊരു എമൗണ്ട്, ഏകദേശം 50,000 രൂപയുടെ അടുത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ഫെലോഷിപ്പ് ഒക്കെ വാങ്ങി 5 വർഷത്തോളം നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു റിസർച്ച് സെന്ററിൽ റിസർച്ച് ചെയ്ത് PhD ഒക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എക്സാമുകളും ഏതും വരുന്ന ഈ ഒരു കാലയളവിൽ തന്നെ മറ്റു PSCക്ക് വേണ്ടിയിട്ടും മറ്റൊക്കെ നമുക്ക് ശ്രമിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ PSCയുടെ റാങ്ക് ലിസ്റ്റുകളിലും വളരെയധികം ഇടം പിടിക്കാനും JRFന്റെ ഈ ഒരു റിസർച്ചിന്റെ സമയം തന്നെ നമുക്ക് PSC ലോകത്തിലേക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സമയം കണ്ടെത്താനും കൂടി ഈ ഒരു പഠനത്തിന്റെ ഒപ്പം നമുക്ക് സാധിക്കുകയും നമ്മുടെ മാക്സിമം സമയം ലൈബ്രറിയിലും റിസർച്ചിലും ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ നല്ലൊരു സമയം നമുക്ക് PSCക്ക് വേണ്ടി മാറ്റിവെക്കാനും ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാനും കൂടി സാധിക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മുത്തനബി പറഞ്ഞ ആ വരികൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവുകയും ആ ഒരു കുറഞ്ഞ ശതമാനം മനുഷ്യരുടെ കൂട്ടത്തിൽ ബി ഖദ്രിൽ ഖദ്ദി തുഖ്തസുബൽ മആലി വമൻ തലബൽ ഉലാ സഹിറൽ ലയാലി എന്ന് പറഞ്ഞ പോലെ വ്യത്യസ്ത രീതികളിൽ ആ കവിതകൾ ചൊല്ലപ്പെട്ടിട്ടുണ്ട്. ബി ഖദ്രിൽ ഖദ്ദി തുഅതാമാ തുറൂമു വമൻ നാലൽ ഉലാ ലൈലൻ യഖൂമു എന്ന് വ്യത്യസ്തമായ രീതിയിൽ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വരികളായിട്ടും പറയുന്നുണ്ട്. നമ്മൾ എത്രമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പെട്ടുകൊണ്ട് രാത്രികൾ ഉറക്കൊഴിച്ചുകൊണ്ട് കൃത്യമായ ഒരു ഷെഡ്യൂളോടുകൂടെ പ്ലാനിങ്ങോടുകൂടെ നമ്മൾ പഠിച്ച് JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അമൻ തൊലബൽ ഉല, അങ്ങനെ ഉന്നതങ്ങളൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സഹിറൽ ലയാലി, അവര് രാത്രികളൊക്കെ ഉറക്കൊഴിച്ച് എന്റെ സ്വപ്നം ഒന്ന് നെറ്റ് വാങ്ങണം, PSC വാങ്ങണം, സർക്കാർ ജോലി എന്ന് പറയുന്ന സ്വപ്നം ഒന്ന് സാക്ഷാത്കരിച്ച് വീടിന്റെ മുറ്റത്തുള്ള ഒരു സ്കൂളിൽ ജോലി കിട്ടണം, സുന്ദരമായിട്ട് തന്റെ ഭാര്യയോടും മക്കളോടൊപ്പം ജീവിക്കണം, തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം, സന്തോഷത്തോടെ ഒരാളുടെ കയ്യിൽ നിന്നും ആരുടെ ഊരമ്മലും ജീവിക്കാതെ സ്വന്തം നട്ടെല്ലിൽ നിവർത്തി ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം എനിക്ക് കാണണം, വിദേശത്തേക്കും എവിടേക്കും പോകണ്ട, എന്റെ കുടുംബത്തെയും മക്കളെയും എന്റെ മാതാപിതാക്കളെയും കണ്ടുള്ള ഒരു ജീവിതം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു സാക്ഷാത്കാരത്തോടു കൂടെ നമ്മുടെ പഠനം നമുക്ക് ആരംഭിക്കാൻ സാധിക്കണം. ഇൻഷാ അല്ലാഹ്
നമ്മുടെ ക്ലാസ്സുകൾ പ്രഗത്ഭരായ JRF ഹോൾഡേഴ്സും അതുപോലെ തന്നെ മറ്റു ഫെലോഷിപ്പോടുകൂടെ PhD പൂർത്തീകരിച്ച ആളുകളൊക്കെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ നിയന്ത്രിക്കുന്നത്. സ്ഥിരമായിട്ട് ജനറൽ പേപ്പർ കോച്ചിങ് നടത്തുന്ന നമ്മുടെ സാറുമാരും അതുപോലെ തന്നെ JRF വാങ്ങിയിട്ടുള്ള അനീഫ സാറും അതുപോലെ നമ്മുടെ ഹമീദ് സാറും ഒക്കെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. ഇൻഷാ അല്ലാഹ് അൽകലം അക്കാദമി നിങ്ങൾക്ക് പറ്റുന്ന സേവനങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെയ്തു തരും. വിശാലമായ ക്ലാസ്സുകൾ, വളരെ ആയത്തിലുള്ള പഠനങ്ങൾ നെറ്റിന്റെ ഈ ഒരു സിലബസ് ബേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മറ്റു ചർച്ചകളിലേക്ക് നമ്മുടെ അമീർ സാറ് നമ്മുടെ ഈ മീറ്റ് നിയന്ത്രിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. നമ്മോട് നെറ്റിന്റെ അതുപോലെ JRF-നെ കുറിച്ച് വളരെ അധികം അതിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് സലീം ദാരിമി നമ്മോട് സംസാരിച്ചു. നമ്മുടെ ജനറൽ പേപ്പർ എടുക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാറ് നമ്മോട് സംസാരിക്കും. അബ്ദുറഹ്മാൻ സാറെ ക്ഷണിക്കാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. നെറ്റ് ജനറൽ പേപ്പറാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അറബിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളായിരിക്കും ഇതിലുള്ള എല്ലാ ആളുകളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ JRF-ഉം PhD ഒക്കെ കഴിഞ്ഞ ആളാണ്. ഞാൻ ഇവിടെ ജനറൽ പേപ്പറിൻ്റെ ഓരോരോ സെഗ്മെന്റ്സ് ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള സെഷൻസ് ആണ് ചെയ്യാം. ജനറൽ ആയിട്ട് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിൽ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റുകൾ സ്ട്രെസ് ചെയ്യാണ്. ഈ എക്സാം നെറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു എക്സാം അല്ല. നെറ്റിന് വേണ്ടിയുള്ളതും JRF-ന് വേണ്ടിയുള്ളതും PhD-ക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതും എല്ലാം കൂടെ ഉള്ള എക്സാം ആയതുകൊണ്ട് ആ ഒരു പ്രാധാന്യത്തോടു കൂടെ ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ പേപ്പർ 1, പേപ്പർ 2 രണ്ട് പേപ്പേഴ്സാണ് നമുക്കുള്ളത്. ഇപ്പൊ ഈ രണ്ട് പേപ്പേഴ്സിൽ ഏതെങ്കിലും ഒരു പേപ്പർ മാത്രം നോക്കിയിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത്ര സാധ്യമല്ല. രണ്ട് പേപ്പറും നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം കമ്പൈൻഡ് മാർക്ക്, ആഗ്രിഗേറ്റ് മാർക്ക് ആഡ് ചെയ്തിട്ടാണ് റിസൾട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് പേപ്പർ 1 അറിയാത്ത ഒരാള് ഈ നെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള സാധ്യത ഇല്ല. JRF ഒരിക്കലും കിട്ടൂല. പേപ്പർ 1-ന് അതിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം. മാത്രമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഞാൻ എടുത്ത ക്ലാസ്സുകളിൽ നിന്നും കോണ്ടാക്ട് ചെയ്ത ആളുകളിൽ നിന്നൊക്കെ എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, പേപ്പർ 1 ആണ് നമുക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സബ്ജക്ട്. അതായത് കുറഞ്ഞ കാലത്തെ പ്രിപ്പറേഷൻ കൊണ്ട് നല്ല മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മേഖലയാണ് പേപ്പർ 1. പേപ്പർ 1-ന് വേണ്ട പോലെ കിട്ടിയ ഡയറക്ഷൻ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിനിമം എഫേർട്ട് മതി അതിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ. അതുകൊണ്ട് പേപ്പർ 1-ൽ നന്നായിട്ട് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നെറ്റ് എക്സാം എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാനുള്ള മാർഗം. എന്തായാലും നെറ്റ് ക്ലിയർ ചെയ്യാന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം, നെറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നല്ലത് JRF-ന് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ്. നെറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഒരു തീരുമാനം വേണം, JRF-ന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത്. കാരണം നെറ്റും JRF-ഉം വളരെ ചെറിയ പെർസെൻറ്റേജ് ഓഫ് മാർക്കിലാണ് പലപ്പോഴും ആളുകൾക്ക് നഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഓൾവേസ് സെയിം ഫോർ JRF, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാണ് വേണ്ടത്. JRF കിട്ടണമെങ്കിൽ ജനറൽ പേപ്പറിൽ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അത് എളുപ്പമാണ്. ജനറൽ പേപ്പറിൽ 10 ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഉണ്ടെങ്കിലും 10 മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും ഓരോ മൊഡ്യൂളിലും വളരെ ഇന്നത്തായ ചോദ്യങ്ങൾ കുറവാണ്. നേരെ മറിച്ച് ആ മൊഡ്യൂളിലെ ബേസിക് ഫണ്ടമെന്റൽസ് മാത്രമേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ JRF കിട്ടിക്കഴിഞ്ഞാൽ റിസർച്ചിൽ ജോയിൻ ചെയ്താൽ ഫെലോഷിപ്പ് ഒക്കെ അറിയാമല്ലോ, നേരത്തെ പറഞ്ഞല്ലോ.
അപ്പോൾ 50,000 പെർ മന്ത് നമുക്ക് ഫെലോഷിപ്പ് സെക്യൂർ ചെയ്യാൻ പറ്റിയാൽ 5 വർഷം റിസർച്ച് ചെയ്യുന്ന ഒരാൾക്ക് 25 lakhs to 30 lakhs ആണ് അവർക്ക് റിസർച്ചിന് വേണ്ടി മാത്രം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്ര വലിയൊരു എമൗണ്ട് കേവലം ഒറ്റ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു എമൗണ്ട്. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി മാത്രമുള്ള എക്സാം അല്ല, അതിലുപരി ആ ക്വാളിഫിക്കേഷനൊപ്പം തന്നെ റിസർച്ച് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഒരു 30 ലക്ഷത്തിന് വേണ്ടിയുള്ള ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയുള്ള എക്സാം കൂടെ ആണ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ കണ്ടുവെക്കുകയാണെങ്കിലാണ് അതിന്റെ സീരിയസ്നെസ് ശരിക്കും വരുള്ളൂ. മറ്റു കാര്യങ്ങൾ ഞാൻ കൂടുതൽ നീട്ടിപ്പറ്റി പറയുന്നില്ല. നെറ്റിന്റെ സിലബസ് എന്ന് പറഞ്ഞാല് 10 ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയുള്ള 10 വ്യത്യസ്ത മേഖലകളാണ്. അതൊക്കെ പലർക്കും പരിചയമായിരിക്കും. ബാക്കി അതൊക്കെ നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറയാം. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ ഈ പേപ്പറിനെ വിളിക്കാം. അപ്പൊ നമ്മള് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരുമ്പം, ഒരു കോളേജ് ലെക്ചർ പ്രൊഫസറൊക്കെ ആയി വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു അധ്യാപകനാവുമ്പോൾ അതിന് വേണ്ട ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോന്നു, റിസർച്ച് ചെയ്യാൻ പോകണമെങ്കിൽ അതിനുള്ള റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോന്നു തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന് പുറമെ അതിൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, ബേസിക് മാത്തമെറ്റിക്സ് ഉണ്ട്, ICT-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ സെഗ്മെന്റിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം ആണ് ജനറൽ. കാര്യങ്ങളൊക്കെ പിന്നീട് അത് വിശദമായിട്ട് പറയായിരിക്കും നല്ലത്. ഇപ്പൊ ഇവിടുത്തെ ഇന്നത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതായത് ലോങ് ഡ്യൂറേഷനുള്ള ക്ലാസ് ആണ്. അത് ഡെയിലി നമുക്കുള്ള ക്ലാസ്സിന്റെ സമയം കുറവും, പകരം ക്ലാസ്സുകളുടെ എണ്ണം കൂട്ടിയിട്ടുള്ളതായതുകൊണ്ട് ക്ലാസ് പങ്കെടുക്കുന്ന ആളുകൾക്ക് ബോറടിക്കൂല. നേരെ മറിച്ച് നമ്മൾ ഫുൾ ഡേ സെഷൻ ഒക്കെ ആകുമ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂർ കണ്ടിന്യൂസ് ക്ലാസ് ആകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ നമ്മൾ ഡെയിലി കുറച്ച് സമയം വെച്ചുള്ള ഓൺലൈൻ സെഷൻ ആകുമ്പോൾ നമുക്ക് ബോറടിക്കാതെ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ആ ഡിസിപ്ലിനായിട്ട് കൃത്യമായി അത് ഫോളോ ചെയ്തുകൊണ്ടും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടും വർക്ക് ചെയ്താൽ എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അപ്പൊ കൃത്യമായി പ്ലാനോട് കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ജനറൽ പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് ആവർത്തന സ്വഭാവം കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ കണ്ടുവരാറുള്ളത്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബേസ്ഡ് ആയിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കഴിഞ്ഞാൽ നല്ല മാർക്ക് അതിൽ വാങ്ങാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. അബ്ദുറഹ്മാൻ സാർ പറഞ്ഞതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ സബ്ജക്റ്റ് അതുപോലെ ജനറൽ പേപ്പർ രണ്ടും ഒരുപോലെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് JRF എന്നുള്ളത്. അതോടൊപ്പം നിലവിൽ കോളേജ് അധ്യാപനത്തിലൊക്കെ PhD നിർബന്ധമാക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് റിസർച്ചിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഠനമാണ് ഇപ്പോൾ നവീകരിച്ച FYUGP സിസ്റ്റത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യവും എങ്ങനെ JRF നേടിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി വിശദമായിട്ട് ഡോക്ടർ സയീദ് സാർ, അദ്ദേഹം WMO മുട്ടിൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹം നിങ്ങളോട് കുറച്ചു നേരം സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ക്യാമറ അസ്സലാമു അലൈക്കും. സൗണ്ട് കേൾക്കാലോ അല്ലെ? നമ്മള് 25-33 ആളുകള് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ സൗണ്ട് ക്ലിയർ അല്ലായിരുന്നു സാറേ. ദാരിമിയുടെ സൗണ്ട് ക്ലിയർ ആയിരുന്നു, അബ്ദുറഹ്മാൻ സാറിന്റെ അത്ര ക്ലിയർ ആയിരുന്നില്ല. ഓക്കെ, നിങ്ങൾ പറയണം അങ്ങനെ സൗണ്ട് കുറവുണ്ടെങ്കിൽ. നമ്മൾ ഈ നെറ്റ് ഇഷ്യൂ ഒക്കെ ആവുമ്പോ അങ്ങനെ പ്രയാസം ഉണ്ടാവും, ഒന്ന് സൂചിപ്പിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. നമുക്ക് കുറഞ്ഞ സമയമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത നെറ്റ് എക്സാം എപ്പോഴാണ് എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക, ഒന്ന് മെസ്സേജ് ഇടുക. നിങ്ങൾ അടുത്ത ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് ഓഡിയൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഒന്നെല്ലാവരും ഇതിലേക്ക് ടൈപ്പ് ചെയ്യാം. ഡിസംബർ. ഇനിയും 30 പേരുണ്ട്, 2 പേരാണ് ഇതുവരെ ടൈപ്പ് ചെയ്തിട്ട്. രണ്ട് പേരാണോ ലൈവിലുള്ളത്? ബാക്കിയുള്ളവരൊക്കെ ഓക്കെ. ജാസ്മിൻ, ഇൻസാഫ്, ഹസീന, ജുമൈന. ഓഗസ്റ്റ് നമ്മുടെ മാറ്റി വെച്ചൊരു എക്സാം ഉണ്ട്. അതല്ല ഞാൻ ചോദിച്ചത് നെക്സ്റ്റ് എപ്പോഴാണെന്നുള്ളത്. ഓഗസ്റ്റ്, ഡിസംബർ വന്നോട്ടെ. ഓക്കെ, ഓഗസ്റ്റ്, ജൂൺ, ഡിസംബർ. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, നമ്മുടെ നിലവിലുള്ള താരിഫ് അനുസരിച്ചുകൊണ്ട് JRF എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. JRFന്റെ എമൗണ്ട് എത്രയാണ്? അതിന്റെ ബേസിക് ഒരു എമൗണ്ട് എഴുതിയാൽ മതി. ഒന്ന് മെസ്സേജ് ചെയ്യണം എല്ലാവരും. 37,000, 47,000, 30,000. എമൗണ്ടിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. 48,000. ഓക്കെ. ഇനി മറ്റുള്ളവർ 37,000. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 2 ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. രണ്ടിനും വളരെ റെലവൻസ് ഉണ്ട്. ഒന്ന്, നെക്സ്റ്റ് ഏത് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഡിസംബറിലെ എക്സാമിനാണ് നമ്മൾ ഭൂരിഭാഗം ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് മുമ്പിലുള്ളത് 4 മാസമാണ്. 4 മാസം എന്ന് പറഞ്ഞു പോകുന്നതിലപ്പുറം നെറ്റിന് അല്ലെങ്കിൽ JRFന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ 4 മാസത്തെ കൃത്യമായിട്ട് ഹവേഴ്സുകളിലേക്ക് അല്ലെങ്കിൽ ഡേയ്സുകളിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. 4, 3, 12, 120 ദിവസമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാവുക. ആ രൂപത്തിൽ 120 ദിവസം എന്ന് പറഞ്ഞാൽ 120 × 24 മണിക്കൂറുകളാണ്. ആ മണിക്കൂറിൽ തന്നെ നമുക്ക് ഉറങ്ങാനും വിശ്രമിക്കാനും മറ്റുള്ളതിനൊക്കെ നമ്മുടെ മുമ്പിൽ സമയം കാണേണ്ടതുണ്ട്. ആ സമയം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം എത്ര എന്നുള്ള കൃത്യമായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴാണ് എക്സാം എന്ന് ആദ്യമായിട്ട് ചോദിച്ചത്. അപ്പൊ ഡിസംബറിലെ എക്സാമിന് ഇനിയും ഒരുപാട് സമയം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്കതിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മുമ്പിൽ എത്ര മണിക്കൂറുകൾ അവശേഷിക്കുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കണക്ക് നമ്മുടെ മുമ്പിൽ ഡയറിയിലോ മറ്റെവിടെയെങ്കിലും എഴുതി വെക്കേണ്ടതുണ്ട്. അത് വെച്ച് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. നമുക്ക് എത്ര പഠിക്കാനുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് നെറ്റ് എക്സാമിലേക്ക് JRF ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ എത്ര നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. എന്തൊക്കെ ജനറൽ പേപ്പറിൽ നമുക്ക് എത്ര മൊഡ്യൂളുകളുണ്ട്? 10 മൊഡ്യൂളുകളാണ് നമുക്ക് ഉള്ളത്. അതേപോലെ മെയിൻ നമ്മുടെ അറബിക്കിലും ഉണ്ട് അതേ രൂപത്തിൽ തന്നെ. അപ്പൊ അതിന് നമുക്ക് എത്ര മണിക്കൂറുകൾ മാറ്റി വെക്കാൻ പറ്റും, എത്ര മണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എത്ര മണിക്കൂർ നമുക്ക് റിവിഷന് മാറ്റി വെക്കാൻ പറ്റും. ഈ രൂപത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂള് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി. രണ്ടാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ എത്ര എമൗണ്ട് ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. 37,000 ആണ് നിലവിൽ JRFന്റെ എമൗണ്ട്. അത് പ്ലസ് HRA അങ്ങനെ വന്നിട്ട് ഒരു 40 മുകളിലേക്ക് പോകും. 2 വർഷം കഴിഞ്ഞാൽ അത് SRF ആവും. SRF ആകുമ്പോൾ 42,000 ആണ് സ്റ്റാർട്ടിങ് എമൗണ്ട്. അതോടൊപ്പം തന്നെ HRAയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ എമൗണ്ടിലേക്ക് പോകും. 50 രൂപയുടെ അടുത്തേക്ക് പോകും. നിലവിൽ നമ്മുടെ കോളേജുകളിലൊക്കെ ഗസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ താൽക്കാലിക അധ്യാപകരായിട്ട് പോകുന്നവർക്ക് മാക്സിമം കിട്ടുന്ന എമൗണ്ട് 15,000 അല്ലെങ്കിൽ 20,000 ഒക്കെയാണ്. അതിൻ്റെ ഒരു ഡബിൾ എമൗണ്ട് ആണ് നമുക്ക് 5 വർഷത്തേക്ക് റിസർച്ച് ചെയ്യാൻ സർക്കാർ തരുന്നത് എന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പൊ അത് വാങ്ങിച്ചെടുക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു 4 മാസം തരികയാണ്, അല്ലെങ്കിൽ 4, 5, 6 മാസം നമ്മുടെ മുമ്പിൽ തരുമ്പോൾ അതിനുവേണ്ടി നമുക്ക് മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പൊ JRF എന്നുള്ളത് വലിയൊരു ബാലികേറാൻ വലിയൊന്നുമല്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ് JRF വാങ്ങിച്ചെടുക്കുന്നത്, ഫെലോഷിപ്പ് വാങ്ങുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ വളരെ ലളിതമായിട്ട് നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഞാൻ 2012 ഡിസംബറിലാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയായിരുന്നു JRF വാങ്ങിച്ചിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് 4th സെം എക്സാം എഴുതുന്ന സമയത്തായിരുന്നു. അന്ന് മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് 4th സെം കഴിഞ്ഞാൽ PG കംപ്ലീറ്റ് ആവും. അപ്പൊ മറ്റൊരു ജോലിക്ക് മുമ്പിൽ വലിയൊരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. ആ രൂപത്തിൽ വലിയൊരു മുമ്പിലൊരു ഗർത്തം കാണുന്ന ഒരു അവസരത്തിലാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ പറയാം, നല്ലൊരു സമയം അതിനു വേണ്ടി മാറ്റിവെച്ചിരുന്നു. മാറ്റിവെച്ചു എന്നത് മാത്രമായില്ല,
നമ്മൾ അതിലേക്ക് ശരിക്കും ലയിക്കുക എന്ന് പറയില്ല, ആ ഒരു ലയനമാണ് ശരിക്കും സംഭവിക്കേണ്ടത്. JRFിലേക്കൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് ആഘോഷങ്ങൾ ഉണ്ടാകും, കല്യാണങ്ങള്, സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുഭാഗം നടക്കും. 4 മാസം 6 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, മറ്റ് ജോലി സംബന്ധമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ഇതിൽ നിന്നൊക്കെ ഒരു മാറി നിന്നുകൊണ്ടുള്ള ഒരു മുഴുവൻ സമയ പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടായാൽ സുഖമായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് JRF ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോച്ചിങ്ങിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ സമയത്ത് ആദ്യമായിട്ടായിരുന്നു കോളേജിൽ ഒരു 10 ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ശനി ഞായറുകളിലായിരുന്നു ആ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. മുഴുവൻ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. മറ്റു പലരും 2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ 6 ക്ലാസ് അറ്റൻഡ് ചെയ്തു, 8 ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിൽ മാറുന്നു. പക്ഷെ മുഴുവൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ, ഒരു ജനറൽ പേപ്പറിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നമുക്ക് വരികയാണ്. ജനറൽ പേപ്പർ 10 ഏരിയ എന്ന് പറയുന്ന വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ തന്നെയും ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ, ഇപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് അല്ലെങ്കിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകുമ്പോൾ അതിൽ നമുക്ക് ഒന്നും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠനം നടത്താൻ പറ്റും. അതുപോലെ റീസണിങ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മേഖലകളാണ്. നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ നല്ല കഴിവുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ആ ഒരു ജനറൽ പേപ്പറിൽ നമ്മളൊരു കൃത്യമായിട്ടൊരു കോച്ചിങ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ നമ്മുടെ സബ്ജക്ട് ബേസ്ഡുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നീടാണ് നമ്മൾ ആ ഐഡിയ വിപുലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സെൽഫ് സ്റ്റഡി നടത്തേണ്ടത്. അതിന് കൃത്യമായിട്ട് അൽക്കലം അക്കാദമി നല്ല ഒരു കോച്ചിങ് 2ാമത്തെ ബാച്ചാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതിന് എല്ലാവിധ സപ്പോർട്ടും നേരുകയാണ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുമ്പിൽ JRF തന്നെയാവണം, JRF മാത്രം കാണുകയും അതിൽ ഉറങ്ങുകയും അതിൽ ഉണരുകയും ചെയ്യുന്ന ഒരു ടീമാവുമ്പോൾ ഷുവറായിട്ട് അടുത്തൊരു ബാച്ചിൽ 3-4 പേർക്കൊക്കെ JRF ക്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇംഗ്ലീഷിലും അറബിക്കിലും ഒക്കെ JRF വാങ്ങിയ ഒരുപാട് ആളുകൾ എനിക്ക് പരിചയമുണ്ട്. ഒരേ സമയം തന്നെ ഇംഗ്ലീഷിൽ 4 പ്രാവശ്യം നെറ്റും പിന്നീട് JRF ഒക്കെ വാങ്ങിയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ അവരൊന്നും വലിയ എഫോർട്ട് എടുത്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അവര് ചെറിയ എഫോർട്ടാണ്. ചെറിയ എന്ന് പറയുന്നത് അവർ നിരന്തരമായിട്ട് ഇതിന്റെ കൂടെ നിന്ന് എന്നുള്ളത്. നേരത്തെ അനൂപ് സാർ സൂചിപ്പിച്ചതുപോലെ നിരന്തരം ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പൊ ആ രൂപത്തിൽ നമ്മളൊരു കൺസിസ്റ്റൻസി ഈ 4 മാസം അല്ലെങ്കിൽ 6 മാസം അതിന്റെ പുറകിൽ കൂടിക്കൊണ്ട് ആ JRF വാങ്ങിയിട്ടേ ഞാൻ അടങ്ങൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അവസാനമായിട്ട് ഒരു എക്സ്പീരിയൻസ് കൂടെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളുടെ കോളേജിൽ തന്നെ ഞങ്ങളുടെ തൊട്ട് ജൂനിയർ ബാച്ചിൽ ഉണ്ടായിരുന്ന ഫിസിക്സിൽ ഉണ്ടായിരുന്ന ഒരു അധ്യാപകൻ ഷബീർ, അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ കോളേജിൽ അധ്യാപകനായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫിസിക്സിൽ JRF കിട്ടിയ സമയത്ത് ഞങ്ങളുടെ എല്ലാവരും അദ്ദേഹത്തെ അനുമോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചോ എന്റെ വീട്ടുകാരെ സംബന്ധിച്ചിട്ടോ വലിയ അത്ഭുതമൊന്നുമല്ല. കാരണം എന്താന്ന് അദ്ദേഹം പറഞ്ഞ അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, ഏതെങ്കിലും ഫിസിക്സിൽ ഒരു പ്രോബ്ലം അദ്ദേഹത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുകൊണ്ട് മാത്രമേ അദ്ദേഹം അന്ന് ഉറങ്ങുകയുള്ളൂ. ചിലപ്പോൾ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം എത്തിച്ചേരുക 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ള ഫിസിക്സിന്റെ ഏതെങ്കിലും പുസ്തകത്തിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം ഉറങ്ങുകയുള്ളൂ. അത് ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, ഒരു ദിവസത്തിലെ ഉറക്ക് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടുകാർക്കോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അത്ഭുതമല്ല. ഞാൻ പറഞ്ഞത് ഈ ലയനമാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു JRFനോ നെറ്റിനോ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഒരു പരിശ്രമത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ഷുവറായിട്ട് നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും, JRF ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ അൽക്കലം അക്കാദമിയുടെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സയ്യിദ് സാറ് പറഞ്ഞതുപോലെ നമുക്ക് നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി നാം ഇതിനു വേണ്ടി പഠനത്തിന് വേണ്ടി ഇരുന്നാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് JRF അതുപോലെ നെറ്റ് നേടിയെടുക്കാൻ പറ്റും. നമ്മൾ പലരും അറിയാതെ പോകുന്ന മറ്റൊരു കാര്യമാണ്, JRFന് പുറമെ നേരത്തെ MANF എന്ന് പറഞ്ഞിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. അഥവാ ചെറിയൊരു മാർക്കിനൊക്കെ JRF നഷ്ടപ്പെട്ടു പോയ ആളുകൾ, നെറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ JRFിൽ നിന്നും പോയിന്റ് വ്യത്യാസത്തിലൊക്കെ ചെറിയ മാർക്കിൽ വ്യതിയാനം വന്ന ആളുകൾ,
അപ്പൊ അവർക്ക് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ UGC നൽകുന്ന ഫെലോഷിപ്പാണ് NFOBC എന്നുള്ളത്. NFST അതുപോലെ NFOBC, നാഷണൽ ഫെലോഷിപ്പ് ഫോർ അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. അപ്പൊ ഇതിന്റെ എമൗണ്ടും JRFന്റെ എമൗണ്ടും തുല്യമാണ്. അപ്പൊ ഇത് രണ്ടിലൊന്ന് നേടിയെടുക്കാൻ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി ഇരുന്ന ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് MA NF കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. 5 വർഷം ഫെലോഷിപ്പ് സ്വീകരിച്ചിരുന്നു. PhD സബ്മിഷൻ കഴിഞ്ഞു. വലിയൊരു എമൗണ്ട് ആണ് നമ്മുടെ കയ്യിൽ വരിക. ഈ കഴിഞ്ഞ വർഷം അത് ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഏകദേശം 40,000-ഓളം നമുക്ക് HRA അതുപോലെ കോണ്ടിജൻസി ഒക്കെ അടക്കം നമുക്ക് 2 വർഷത്തെ JRF തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് 3 വർഷം SRF ഏകദേശം ഒരു 50,000-ന് പുറമെ നമുക്ക് കിട്ടും. അപ്പൊ ആ ഒരു എമൗണ്ട് JRF ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രയത്നം വെറുതെ ആവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ PhD അനിവാര്യമാണ്. കാരണം റിസർച്ച് ഡിഗ്രി ലെവലിൽ നിർബന്ധമായി വരികയാണ്. അപ്പൊ ഒരു കോളേജ് അധ്യാപകനാകണമെങ്കിൽ റിസർച്ച് കഴിഞ്ഞ ഒരു PhD ഉള്ള അധ്യാപകർക്കാണ് ഇവിടെയും പ്രിഫറൻസ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടത്തിൽ റിസർച്ച് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു നെറ്റ് എങ്കിലും നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ ഇതിന്റെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. അപ്പൊ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ JRF അതുപോലെ നെറ്റ് നേടാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അൽകലം അക്കാദമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കോച്ചിങ് ഫീൽഡിൽ ഒരു 6 മാസത്തിലധികമായിട്ട് ഈ ഒരു മേഖലയിൽ അൽകലം അക്കാദമി ഉണ്ട്. നമ്മൾ നടത്തിയ കോഴ്സുകളാണ് നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. PSC അതുപോലെ BSc LP UP HSA പോലെയുള്ള കോച്ചിങ്ങുകൾ നടത്തി വരുന്നു. അതുപോലെ കേട്ടറ്റ് നെറ്റ് JRFന്റെ ഒരു ബാച്ച് ഇപ്പോൾ എടുത്തു. ഇത് നമ്മൾ സബ്ജക്റ്റ് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. ജനറൽ പേപ്പർ കഴിഞ്ഞ ഒരു ക്രാഷ് കോഴ്സ് ആയിരുന്നു, അതിൽ കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ അബ്ദുറഹ്മാൻ സാറ് പറഞ്ഞതുപോലെ ജനറൽ പേപ്പർ പാസ്സാകാതെ നമുക്ക് എന്തായാലും JRF അല്ലെങ്കിൽ നെറ്റ് നേടിയെടുക്കുക എന്നുള്ളത് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നടത്തുന്നത് ഒരു 6 മാസത്തെ കോഴ്സാണ്. അപ്പൊ അതില് ജനറൽ പേപ്പറിലെ സിലബസിലുള്ള മുഴുവൻ ഏരിയയും കവർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ വർഷങ്ങളോളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കാറുള്ള സാറാണ്. അതുപോലെ വിവിധ കോളേജുകളിലൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അധ്യാപകനാണ്. ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ പരിചയമുള്ള അധ്യാപകനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാറ്. അദ്ദേഹമായിരിക്കും ജനറൽ പേപ്പർ ലീഡ് ചെയ്യുക. അതുപോലെ അതിന് നമ്മൾ ജനറൽ പേപ്പർ മാത്രമാണെങ്കിൽ 2000 രൂപയാണ് ഇതിന്റെ ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. സിലബസ് മുഴുവൻ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ അറബിക്ക് ഓൺലി ആണെങ്കിൽ 2000 രൂപയാണ്. അറബിയുടെ മുഴുവൻ സിലബസിലുള്ള മുഴുവൻ ഏരിയയും കവർ ചെയ്യുന്നതായിരിക്കും. അറബിയിൽ ഈ പറയപ്പെട്ട JRF നേടിയവരും PhD കഴിഞ്ഞവരും ഒക്കെയാണ് ക്ലാസ്സുകൾ തരുക. അതോടൊപ്പം നമ്മുടെ ക്ലാസ്സിനോടൊപ്പം തന്നെ ക്ലാസ് ലൈവായിട്ടാണ് ഉണ്ടാവുക. ഗൂഗിൾ മീറ്റ് വഴി ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. മാക്സിമം ഒരു 40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ക്ലാസ്സുകളായിരിക്കും. അതിന്റെ റെക്കോർഡ്സ് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ ക്ലാസ് എടുക്കുന്ന ഈ സിലബസിലുള്ള ആ മെറ്റീരിയൽ, അതിന്റെ ആ ടോപ്പിക്കിന്റെ മെറ്റീരിയൽ കൂടി PDF മെറ്റീരിയൽ കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മുടെ മെറ്റീരിയലുകൾ ഉണ്ടാവുക. അതുപോലെ ജനറലും അറബിക്കും ഒരുമിച്ച് രണ്ടും ആവശ്യമുള്ളവർക്ക് 3000 രൂപയിൽ നമ്മൾ ഒരു ഫീസ് വാങ്ങിയിട്ടായിരിക്കും ക്ലാസ് നൽകുക. അപ്പൊ താല്പര്യമുള്ളവർ, കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവര് നിങ്ങൾ അറിയിച്ചാൽ മതി. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം ഈ 2000-3000 എന്നുള്ളത് നിങ്ങൾക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ചുള്ളത് ഇതൊരു വളരെ ചെറിയ തുച്ഛമായ ഒരു സംഖ്യയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ നെറ്റ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ നെറ്റ് എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക്, ആ ഒരു മേഖലയിലേക്ക് നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സഹായവും അൽകലം അക്കാദമിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
ഏതായാലും ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അത് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യും. സലീം സാറ് മീറ്റിംഗിലില്ലേ? സലീം സാർ ഒരാള് സമയം ചോദിച്ചതായിട്ട് കണ്ടു. സമയം ഇപ്പൊ നിലവില് നമ്മള് രാത്രി ആയിരിക്കും സാധാരണ നടക്കുന്നത്. ഇൻ കേസ് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇപ്പോ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം 4 അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. PSC വേറെ 3 അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ടൈം അതിനനുസരിച്ച് ഓരോ ക്ലാസ്സിന്റെയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ രാവിലെ ആകാം, മിക്കവാറും രാത്രി തന്നെ ആയിരിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ക്ലാസ്സിൽ പങ്കെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടണ്ട. റെക്കോർഡഡ് ആയിട്ട് ഇൻഷാ അല്ലാഹ് അതിന്റെ PDF-ഉം വീഡിയോ ലിങ്കും അയച്ചു തരും. ആ രീതിയിലാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഇപ്പൊ നിലവില് PSC ബാച്ചും അതുപോലെ ഈ നെറ്റിന്റെ ഒരു ബാച്ചും മാത്രമാണ്. അതിൽ മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ആ രീതിയിലാണുള്ളത്. അതെ, നമ്മുടെ ക്ലാസ്സിന്റെ സമയം രാത്രിയിലും അതുപോലെ ചില സമയങ്ങളിൽ രാവിലെയാണ് ഉണ്ടാവുക. ഏതായാലും മുൻകൂട്ടി സമയം അറിയിക്കും. അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ അറിയിച്ചാൽ മതി. ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഉണ്ടാവുമെന്ന് കരുതുന്നു. ഏകദേശം ജൂലൈ 25-ന് മുമ്പൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു അക്കാദമിയിലോ ഏതെങ്കിലും ഒരു കോച്ചിങ്ങിലോ ചേർന്നത് കൊണ്ട് മാത്രം നമുക്ക് നെറ്റ് നേടിയെടുക്കാൻ കഴിയുകയില്ല, JRF നേടിയെടുക്കാൻ കഴിയുകയില്ല. ഇതിനാദ്യമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കണം. ആ ഒരു തീരുമാനത്തോടു കൂടി, താല്പര്യത്തോടു കൂടി നിങ്ങൾ കോച്ചിങ്ങിനോട് ചേരുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് JRF അല്ലെങ്കിൽ നെറ്റ് കിട്ടുമെന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഏതായാലും നമ്മൾ ഇത്തവണ ജനറൽ പേപ്പർ കൂടി നൽകുന്നതായിരിക്കും. അപ്പം ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസ് ഓൺ ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഈ വെബിനാർ ഇവിടെ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.